ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ കർക്കിടക മാസമാണല്ലോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് എല്ലാവർക്കും തലയിൽ തേച്ച് പിടിക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓയിൽ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് അതിൽ തന്നെ പരിചയപ്പെടാം. കറിവേപ്പില, ചെറുള്ളി, തുളസി, കറ്റാർവാഴ, ആവണക്കെണ്ണ, ഉലുവ, കരിഞ്ചീരകം. ഉലുവയും കരിഞ്ചീരകവും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ വെളിച്ചെണ്ണ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേപ്പില, അതുപോലെ തന്നെ ചെറുള്ളി, കറ്റാർവാഴ, തുളസി, പിന്നെ ഉലുവ, കരിഞ്ചീരകം ഇവയെല്ലാവരും കൂടി അരച്ചിതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ, ആവണക്കെണ്ണയും അതിലേക്ക് ഒഴിച്ച് ഈ പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് നമ്മൾ സിമ്മിൽ തന്നെ വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ എണ്ണ കാച്ചിയെടുക്കാൻ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലോണം തിളപ്പിച്ച് എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള അരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മാറ്റിയെടുക്കണം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി അതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ എണ്ണ നല്ലതാവുകയുള്ളൂ. ഈ ഓയിൽ ഉണ്ടാക്കുന്നത് ഒരു 30-45 മിനിറ്റിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. ഈ സമയം അത്രയും നമ്മൾ കൈയെടുക്കാതെ തന്നെ ഈ എണ്ണ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എണ്ണയുടെ മുകളിൽ കാണുന്ന ഈ പതയെല്ലാം പോയി ഇതിനകത്ത് അരപ്പ് മൊരിഞ്ഞ് ഒരു മണൽത്തരി പരുവമാവും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ആ ടൈം എത്തുമ്പോൾ നമുക്ക് പതയൊക്കെ പോയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ചെറു ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചു മാറ്റാവുന്നതാണ്. അരിച്ചു മാറ്റിയ ഈ എണ്ണ മുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും നല്ലതുപോലെ തേച്ച് ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് കഴുകിക്കളയുക. അതുപോലെ എണ്ണ തലയിൽ പുരട്ടുമ്പോൾ ചെറു ചൂടോടുകൂടി തലയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ എഫക്റ്റീവാണ്. മുടി കൊഴിച്ചിൽ കുറയുന്നതിനും അകാലനരം മാറുന്നതിനും ഈ എണ്ണ വളരെ ഉത്തമമാണ്.